സാർ, ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ അവിടുത്തെ ചീഫ് അഡ്വൈസർ എന്ന പദവിയിലിരിക്കുന്ന മുഹമ്മദ് യൂനിസ് ഒറ്റിക്കൊടുത്തു അമേരിക്കയ്ക്ക്. അതായത് റഷ്യയിൽ നിന്ന് ചൈനയിൽ നിന്നൊന്നും ഞങ്ങൾ ഇനി ആയുധം വാങ്ങില്ല എന്ന് മുഹമ്മദ് യൂനിസ് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. എന്തായിരിക്കും എൻ്റെ വിശദാംശം? ഇത് നോർത്ത് ഈസ്റ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന വാർത്തയാണിത്. അതായത് ഒരു രഹസ്യ കരാറിൽ യൂനുസ് അമേരിക്കയുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നു, ഒപ്പിട്ടു. അതായത് 37% ബംഗ്ലാദേശിന് തീരുവ ചുമത്തിയിരുന്നത് അമേരിക്ക. ഇപ്പം ഇന്ത്യക്ക് 25% ചുമത്തിയല്ലോ, റഷ്യയിൽ നിന്ന് ആയുധവും എണ്ണയും വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും തീരുവ കുറച്ചു അമേരിക്ക. 37% ആക്കിയിരുന്നത് 20 കുറച്ചു. അങ്ങനെ 20 കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിനെ അമേരിക്കയ്ക്ക് ഒറ്റിക്കൊടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതൊരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് NDA ആണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കരാറ് വെളിപ്പെടുത്തില്ല, പുറത്താരോടും പറയില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ആ കരാറിൽ പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ബംഗ്ലാദേശ് ഇനി ആയുധം വാങ്ങില്ല, ആയുധം മുഴുവൻ അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ബംഗ്ലാദേശിനെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു യൂനുസ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പരമാധികാരം, ബംഗ്ലാദേശിൻ്റെ പരമാധികാരം യൂനുസ് അടിയറ വച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഏകപക്ഷീയമായ കീഴടങ്ങലാണ് യൂനുസിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റിപ്പോർട്ടിലെ ഒരു പ്രയോഗം സൈൻഡ് ഇൻ സൈലൻസ് എന്നാണ്, നിശബ്ദമായി ഒപ്പിട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അമേരിക്കയുടെ ഷാറെ ദഫാറെ, അതായത് എംബസി ഉദ്യോഗസ്ഥ ട്രീസി ആൻഡ് ജേക്കബ്സൺ ധാക്കയിലെ ആംഡ് ഫോഴ്സസ് ഡിവിഷനിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിനു മുമ്പ്. എന്നിട്ട് അന്ത്യശാസനം കൊടുത്തു, നിങ്ങൾ ഒപ്പിട്ടോളണം, ഇതൊക്കെ അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞിട്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഓഫീസർക്കും അന്ത്യശാസനം കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ഈ വ്യവസ്ഥകൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പട്ടാളത്തിനെതിരെ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും എന്ന് അവരുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന് അമേരിക്കയുടെ. യൂനുസിനും മുന്നറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒറ്റിയതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബംഗ്ലാദേശിൻ്റെ സൈന്യം എന്ന് പറയുന്നത് റഷ്യയുടെയും ചൈനയുടെയും ആയുധമാണല്ലോ കൂടുതലും വാങ്ങിച്ചിരുന്നത്. അപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ആയുധത്തിനനുസരിച്ച് രൂപകൽപ്പന സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സേനയാണത്. അവിടുത്തെ ആയുധങ്ങൾ, വിമാനങ്ങൾ, അല്ലേ, വ്യോമസേന, കാലാൾപ്പട, ഇതൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ രാജ്യങ്ങളാണല്ലോ ഇതിൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളും ലോജിസ്റ്റിക്സും ഒക്കെ നിർവഹിക്കേണ്ടത്. റഷ്യയും ചൈനയും തന്നെയാണ്. അപ്പൊ ഈ വിവരം ഇപ്പൊ ലീക്ക് ആകുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വന്നില്ല. അപ്പൊ ആ രാജ്യങ്ങള്, ചൈനയും റഷ്യയും ഇതറിഞ്ഞിട്ട് ബംഗ്ലാദേശിനുള്ള സഹായം നിർത്തുകയാണെന്നിരിക്കട്ടെ, നിർത്താൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ മൊത്തം സേന കൊളാപ്സ് ചെയ്യും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തകർന്നു പോകും മൊത്തത്തില്. അവര് വേറെ സഹായങ്ങളും ഒക്കെ ചൈനയൊക്കെ ചെയ്യുന്നില്ലേ ബംഗ്ലാദേശിന്, റഷ്യയും. ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ കൊളാപ്സ് ചെയ്യും. കാരണം ആ ചൈനയുടെയും റഷ്യയുടെ ആയുധങ്ങളാണ് ബംഗ്ലാദേശിൽ കൂടുതലും. അവര് സ്പെയർ പാർട്സ് കൊടുക്കണ്ടേ, ഇനി കൊടുക്കണം. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാലോ, ലോജിസ്റ്റിക്സ് പല തരം കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്ന അവരാണ്. അപ്പോൾ ഒറ്റയതറിഞ്ഞാൽ പലതരം സഹായങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും സാമ്പത്തിക സഹായം. ചൈനയിലൊക്കെ അടുത്ത കാലത്ത് പോയിരുന്നത്. അസീം മുനീർ അവിടെ നേരിട്ട് ചെന്ന് പ്രസിഡന്റിനെ കാണാൻ ശ്രമിച്ചു, കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത ചെയ്തിരുന്നു. ബംഗ്ലാദേശ് ബെയ്ജിങ്ങില് യൂനുസ് പോയി, തിരിച്ചു വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് ആണ്, കടലില്ല, ഞങ്ങൾക്കാണ് കടലുള്ളത്, ഞങ്ങൾ ഇന്ത്യയെ ശരിപ്പെടുത്തും എന്നൊക്കെ യൂനുസ് പറഞ്ഞിരുന്നു. അപ്പൊ ഈ അസീം മുനീറിനും ഈ പറയുന്ന യൂനുസിനും ഏതാണ്ട് ഒരേ ഗതിയാണോ വന്നുകൊണ്ടിരിക്കുന്നത്? അതെ, അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ അടിമയായി കഴിഞ്ഞാൽ പിന്നെ അടിമയായിട്ടല്ലേ, തൊമ്മിയായിട്ടിരിക്കാനല്ലേ പറ്റൂ. അപ്പോൾ ചൈനീസ് സഹായം ഈ ലോകത്തിലെ രണ്ടാമത്തെ ഈ വസ്ത്ര വിതരണക്കാർ, കയറ്റുമതിക്കാർ ആണ് ഈ ബംഗ്ലാദേശ്. അത് കഴിഞ്ഞാൽ ശ്രീലങ്ക, വിയറ്റ്നാം, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ
ഈ അപ്പാരൽ എക്സ്പോർട്ടേഴ്സ്, വസ്ത്രം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ അതാ, അതിനൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോ അമേരിക്കയുമായിട്ട് അവരും ഇങ്ങനത്തെ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പാകിസ്ഥാൻ ചിലപ്പോൾ ഒപ്പിട്ടിരിക്കാം, അത് ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ചൈനയുടെ സഹായം ഈ വസ്ത്രവ്യാപാര രംഗത്തും ഉണ്ട്. വസ്ത്രം ഉണ്ടാക്കുക, അസംസ്കൃത വസ്തുക്കള്. അപ്പോ ചൈന അതിന്റെ സപ്ലൈ നിർത്തിയാലോ ബംഗ്ലാദേശിന്? അപ്പൊ ബംഗ്ലാദേശ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ചൈനയുടെ സപ്ലൈ ചെയിൻസ് മുഴുവൻ കട്ട് ചെയ്താലോ ബംഗ്ലാദേശിലേക്കുള്ളത്? ഇപ്പൊ ആശുപത്രി ഇല്ലേ, ആരോഗ്യ രംഗത്തും ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ബെയ്ജിങ്ങിൽ നിന്ന് പറഞ്ഞാണ് യൂനിസിനെ വിട്ടത്. പിന്നെ ബംഗ്ലാദേശികൾ ചികിത്സക്ക് ഇന്ത്യക്കാണ് വരിക സാധാരണ, ഇതിപ്പോ ചൈനയിലേക്ക് ചെന്നോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് ഈ കരാറിന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശ് ആവശ്യമില്ലാതെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ബോയിങ് വിമാനം 25 കൂടി മേടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബോയിങ് പ്രതിസന്ധിയിലാണല്ലോ, അവിടെ ഇപ്പൊ ജീവനക്കാരൊക്കെ പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കൂടിയ വിലക്കാണ് ഈ ബോയിങ്ങിന്റെ വിമാനം 25 വാങ്ങിക്കാൻ പോകുന്നത്. നെഗോഷിയേഷനൊന്നും അതിൻ്റെ അകത്തില്ല. ഗോതമ്പ് കൂടിയ വിലക്ക് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചോളാമെന്നും ഇയാൾ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ യൂനിസിന്റെ മുമ്പിൽ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, തെരഞ്ഞെടുപ്പ് ഒന്നുമില്ല. ഇന്ത്യയെ പോലൊരു ശക്തമായ നിലപാടെടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ബംഗ്ലാദേശ് പട്ടാളം ഇനി ഒരു അവശിഷ്ട സേനയായിട്ട്, പ്രത്യേകിച്ച് ശക്തിയൊന്നുമില്ലാതൊരു അവശിഷ്ട സേനയായിട്ട് മാറും എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് ഈ രഹസ്യ കരാറുണ്ട്. ശരിക്കും ഈ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഏതാണ്ട് 1700 കോടി ബില്യൺ അത്രയും രൂപയ്ക്കുള്ള കയറ്റുമതി നടക്കുന്നു വസ്ത്രവ്യാപാര രംഗത്ത്. ചൈനയ്ക്കുള്ള വസ്ത്രത്തിൻ്റെ അവർ 51% ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ വസ്ത്രവ്യാപാര രംഗത്തേക്ക് അല്ലെങ്കിൽ വസ്ത്രവിപണന രംഗത്തേക്ക് കുറേ സഹായം അമേരിക്ക ചെയ്തു കൊടുക്കുന്നു എന്നല്ലേ അർത്ഥം? അതായത് ഈ അമേരിക്ക ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയും ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടും എന്ന് ചിലപ്പോ ട്രംപ് കരുതിയിട്ടുണ്ടാകാം. അവിടെ നിന്നുള്ള വിമാനങ്ങൾ നമ്മൾ വാങ്ങിക്കുക, അല്ല ഇപ്പൊ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം അമേരിക്കയുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ബോയിങ് വിമാനം മേടിക്കുക. F-35 ഓഫർ ഉണ്ടല്ലോ, അത് വേണ്ടെന്ന് വെച്ചിരിക്കുക. F-35 വാങ്ങിക്കുക. നേരത്തെ നമ്മൾ S-400 റഷ്യയിൽ നിന്ന് മേടിക്കുമ്പോൾ അതിനെ തടയാനായിട്ട് ഉപരോധം ഏർപ്പെടുത്തുന്നൊക്കെ പറഞ്ഞ് അമേരിക്ക ഭീഷണിപ്പെടുത്തി. നമുക്ക് പാട്രിയറ്റ് തരാം, താഡ് തരാം, നിങ്ങൾ എന്തിനാ S-400 മേടിക്കുന്നത് എന്നൊക്കെ നമ്മളോട് ചോദിച്ചാണ്. മോദി വളരെ കർശനമായ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അന്ന് നമ്മൾ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ തീരുമാനം കർശനം തന്നെയാണ്. നമ്മൾ വിട്ടുവീഴ്ചയ്ക്കൊന്നുമില്ല. നമുക്ക് പെട്രോള്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെട്രോളിയം ഉപഭോഗത്തിന്റെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ 88% നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് 0.2% മാത്രമാണ് നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ചിരുന്നത്. ഇപ്പൊ റഷ്യയിൽ നിന്ന് 40% നമ്മൾ റഷ്യയിൽ നിന്നാണ് മേടിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്നു അല്ലേ? അതെ, മാത്രമല്ല നമുക്കിപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മേടിക്കാതെ നിൽക്കുമ്പോൾ ആ സമയത്ത് ഈ ഉപരോധം ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ അവിടെ നിന്ന് മേടിക്കാൻ പോകുന്നില്ലേ? അപ്പോൾ പിന്നെ നമുക്ക് റഷ്യയെ ആശ്രയിച്ചല്ലേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുതെന്നാണ് അമേരിക്കയുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിന് കുറേ വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് കണ്ടോളാം. പിന്നെ മാത്രമല്ല സെന്റ് മാർട്ടിൻ ഐലൻഡ് പോലെയുള്ള ദ്വീപും അമേരിക്കയുടെ ലക്ഷ്യമല്ലേ? അത് നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് പുറത്താക്കിയതിന്റെ വാർഷിക ദിവസമായത് ഇന്ന് ഓഗസ്റ്റ് 5 എന്ന് പറയുന്നത്. അത് ശരി. അപ്പോ ഒരു കൊല്ലം തികയുന്ന ദിവസമാണ്. അപ്പോൾ അവാമി ലീഗ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ്, വലിയ പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാവും എന്ന്. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുജി ചോദിക്കുന്ന വസ്ത്രവ്യാപാര രംഗത്ത് ബംഗ്ലാദേശിന് ഒരുപാട് ഗുണം ഇതുകൊണ്ട് കിട്ടുമല്ലോ എന്നാണ്. അങ്ങനെ ആകണം എന്നില്ല. കാരണം അമേരിക്ക ഇവരുടെ മുഖത്ത് കയറ്റി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ആയുധങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്ന് വാങ്ങണം എന്നുള്ളതാണല്ലോ വ്യവസ്ഥ. ആയുധ കച്ചവടത്തിലല്ലേ കൂടുതൽ പൈസ വരുന്നത്. അതെ. അപ്പോ മിസൈലുകൾ ആവശ്യമില്ലാതെ ആയുധം അണിയിക്കുക എന്നുള്ളതാണ് ബംഗ്ലാദേശിന് ആവശ്യമില്ലാതെ. അപ്പൊ ബംഗ്ലാദേശ്
തൊട്ട് അയൽവക്കത്തിരിക്കുന്ന മര്യാദയ്ക്ക് ഈ ദൂരെയുള്ള അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണോ, ചൈനയുമായിട്ടും ഇന്ത്യയായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ നമുക്ക് കുറെ മാമ്പഴമൊക്കെ കൊടുത്തയച്ചല്ലോ, ഹരിബങ്ങ എന്ന് പറഞ്ഞ 1000 കിലോ. അപ്പോൾ ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടും നന്നായി പോകുന്നതല്ലേ ഒരു അയൽ രാജ്യം എന്നുള്ള നിലയ്ക്ക് നല്ലത്. ഇപ്പോൾ അയൽ രാജ്യങ്ങളുമായിട്ട് വഴക്കിട്ട് അമേരിക്ക പറയുന്നതനുസരിച്ചിട്ട് അമേരിക്കയുടെ തുള്ളിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇയാള്. അതിന്റെ പുറകിൽ ചിലപ്പോൾ വേറെ ഇടപാടുകളൊക്കെ ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ഇയാളുടെ മകൾ അമേരിക്കയിലാണല്ലോ, യൂനുസിന്റെ ഒരു പാട്ടുകാരിയൊക്കെ ആയിട്ട് മോണിക്ക യൂനുസ് അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി ഇത് ബംഗ്ലാദേശിന് നല്ലതല്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം റഷ്യൻ ആയുധങ്ങളും ചൈനീസ് ആയുധങ്ങളും വാങ്ങിച്ച് അത് റിപ്പയറൊക്കെ ചെയ്യേണ്ടി വരില്ലേ പലപ്പോഴും, സ്പെയർ പാർട്സ്. ഈ വിവരം പുറത്തു വരുമ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഇനി സഹകരിച്ചില്ലെന്ന് വരും. മറ്റു കാര്യങ്ങളിലും ഒക്കെ വായ്പ കൊടുക്കുക, അതായത് അമേരിക്കയുടെ ഒരു ഉപഗ്രഹ രാജ്യമായിട്ട് ഇവിടെ മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം ബംഗ്ലാദേശിൻ്റെ. അത് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു രാജ്യം എന്നൊന്നും വിളിക്കാവുന്ന അവസ്ഥയിലല്ലോ ഈ അടിമപ്പണി എടുത്തിട്ട്. പലർക്കും അമേരിക്കയ്ക്ക് വേണ്ടിയും ഒക്കെ അടിമപ്പണി എടുത്താണ്, അഫ്ഗാനിസ്ഥാനും അല്ലേ, പലതരത്തിലും പല കാലത്തും ഒക്കെ അത് അവർ തുറന്നു പറയുന്നുണ്ട്. അതുപോലൊരു അമേരിക്കയുടെ ഉപഗ്രഹ രാജ്യമായിട്ട് അടിമപ്പണി ചെയ്ത് ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിമപ്പണി എന്തായാലും നല്ലതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.